Hi children, welcome back to my channel LKLS Maths class. ഇന്ന് നമ്മൾ +1 സെറ്റ്സ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സിലെ എക്സസൈസ് 1.2ലുള്ള 4th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ് വെദർ എ ഈക്വൽ ടു ബി ഓർ നോട്ട്. നമുക്ക് രണ്ട് സെറ്റ്സ് തന്നിട്ടുണ്ടാവും. ഒരു സെറ്റ് എ ആണ്, ഒരു സെറ്റിൻ്റെ പേര് ബി എന്നാണ്. സോ ഇത് രണ്ടും ഈക്വൽ ആണോ അതല്ലയോ എന്നാണ് ചോദ്യം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് എ ഈക്വൽ ടു സെറ്റ് എ ബി സി ഡി ആൻഡ് ബി ഈക്വൽ ടു ഡി സി ബി എ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. സോ ഇതിലുള്ള എല്ലാ എലിമെൻസും എ ബി സി ഡി എന്നുള്ളത് ഇതിലുണ്ടോ മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നോക്കിയേ, എ ഇവിടെയുണ്ട്, കണ്ടോ, ബി ഇവിടെയുണ്ട്, ദെൻ സി ഇവിടെയുണ്ട്, ഡി ഇവിടെയുണ്ട്. അപ്പോൾ ഇതിലുള്ള എല്ലാ മെമ്പേഴ്സും ഇതിലുള്ളതുകൊണ്ട് നമ്മളുടെ ആൻസർ എന്തെഴുതാം? ആൻസർ എ ഈക്വൽ ടു ബി ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ. എ ഈക്വൽ ടു 4 8 12 16 സെറ്റ് 4 8 12 16 ദെൻ ബി ഈക്വൽ ടു 8 14 16 18. ഇത് നോക്കിയാൽ തന്നെ അറിയില്ലേ, കണ്ടോ, ഇവിടെ ആകെ കൂടി എന്താ ഈ 8 മാത്രമേ ഇതിൽ വരുന്നുള്ളൂ, ബാക്കി ഓക്കെ 16ഉം ഉണ്ട്. സോ ബാക്കി ഒന്നും ഇവിടെ ഇല്ല അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ഈസ് നോട്ട് ഈക്വൽ ടു ബി. എ ഈക്വൽ ടു ബി ആണെങ്കിൽ ഇതേ നമ്പേഴ്സ് തന്നെ ഇത്രയും കാണണം. ഇതിപ്പോൾ ഇതുപോലെ നോക്കിയാൽ ഇത് എ ബി സി ഡി, പക്ഷേ ഇവിടെ എന്താ തിരിച്ചു മറിച്ചൊക്കെയാണ് ഇട്ടേക്കുന്നത് അല്ലേ, ഷഫിൾ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിലുള്ള എല്ലാ മെമ്പേഴ്സും ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എ ഈക്വൽ ടു ബി എന്ന് പറയും. ഇതേ മോഡൽ തന്നെ വരണം എന്നൊന്നുമില്ല, ഇതിലുള്ള എല്ലാ മെമ്പേഴ്സും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായാലും മതി. ഇവിടെയെന്ന് വെച്ചാൽ അതല്ല, ഡിഫറെൻ്റ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. ആ കൂടെ 8ഉം 16ഉം മാത്രമേ ഇതിൽ വന്നിട്ടുള്ളൂ, ബാക്കി മെമ്പേഴ്സ് ആരും ഇതിൽ പ്രസൻ്റ് അല്ല. സോ അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? എ ഈസ് നോട്ട് ഈക്വൽ ടു ബി എന്ന് എഴുതാം. സി ദ തേർഡ് വൺ. എ ഈക്വൽ ടു സെറ്റ് 2 4 6 8 10 and b equal to set of all x such that x is a positive even integer and is less than or equal to 10. ഇവിടെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇത് കണ്ടോ, സെറ്റിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? 2 4 6 8 10. ഈ നമ്പറിലൊന്ന് നോക്കിയാൽ നമുക്ക് അറിയാലോ ഇതെല്ലാം എന്താണ്? ഈവൻ നമ്പറാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇനി ബി തന്നിട്ടുള്ള എന്താണ്? ഒരു സെറ്റ്, ഇതൊരു റോസ്റ്റർ മെത്തേഡിലാണ് തന്നിട്ടുള്ളത്. ഇത് സെറ്റ് ബിൽഡർ ഫോർമുല, ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റൈലിലാണ് ഇത് തന്നിട്ടുള്ളത്. കണ്ടോ, set of all x such that x is a positive in even integer and x less than or equal to 10 എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു സെറ്റിലുള്ള എല്ലാ എലിമെൻസിനെയും എല്ലാ മെമ്പേഴ്സിനെയും നമ്മൾക്ക് എക്സ് എന്ന് പറയാം. സോ എക്സ് എങ്ങനെയായിരിക്കണം? പോസിറ്റീവ് ഈവൻ ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. കൂടാതെ എങ്ങനെ വരണം? 10ന് ഈക്വൽ ആയിരിക്കണം അല്ലേ. ഉണ്ടോ, ഗ്രേറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്നാണ് പറഞ്ഞത്. അതായത് 10ൽ ചെറുതും ആയിരിക്കണം, 10ന് തുല്യവുമായിരിക്കണം. അപ്പോൾ നോക്കിയേ, ഇത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചാൽ നമ്മൾ സെറ്റ് എങ്ങനെ എഴുതും? ഇതല്ലേ എഴുതുള്ളൂ, 2 4 6 8 10. ഇവിടെ നോക്കിയേ, ഇതെല്ലാം 10ൽ ഈക്വലാണ്, 10നേക്കാളും ചെറിയ ഇതാണ്. അപ്പോൾ ഈ കാണുന്ന എക്സുകളൊക്കെ എങ്ങനെയാണ്? 10നേക്കാളും ചെറിയ നമ്പേഴ്സുമാണ്, 10ന് ഈക്വലാണ്. അപ്പോൾ ഈ ആൻസർ തന്നെയല്ലേ ഇതിനും നമുക്കൊരു ആൻസർ നമ്മൾ കണ്ടെത്തിയത്. സോ നമുക്ക് എന്ത് പറയാം? എ ഈക്വൽ ടു ബി എന്ന് പറയാം. ക്ലിയർ ആയല്ലോ അല്ലേ. ഇവിടെ 2 4 6 8 10 എന്നാണ് ഈവൻ നമ്പേഴ്സാണ്. അപ്പോൾ ഇവിടെ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിരിക്കുന്നത്, സെറ്റ് ബിയിൽ പറഞ്ഞിരിക്കുന്നത് ഈവൻ ഇൻറ്റിജേഴ്സ് തന്നെ വരണം, പോസിറ്റീവ് ഈവൻ ഇൻറ്റിജേഴ്സ് വരണം. അതെങ്ങനെയാണ്? എല്ലാ മെമ്പേഴ്സും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കിട്ടി. ദർഫോർ അവർ ആൻസർ ഇസ് വാട്ട്? എ ഈക്വൽ ടു ബി. ഇനി നമുക്ക് ഫോർത്ത് വൺ നോക്കാം. എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 10. കണ്ടോ, എക്സ് എങ്ങനെ വരണം? മൾട്ടിപ്പിൾ ഓഫ് 10. മൾട്ടിപ്പിൾ ഓഫ് 10 എന്ന് പറഞ്ഞാൽ എന്താ? 1 × 10 10. കണ്ടോ, ഇതുപോലെ വരും അല്ലേ. മൾട്ടിപ്പിൾ ഓഫ് 10 എന്ന് പറഞ്ഞാൽ 1 × 10 10, 2 × 10 20, ദെൻ 3 × 10 30, അങ്ങനെ പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ എയിൽ തന്നിരിക്കുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത എന്താ? ബിയിനകത്ത് സെറ്റിൽ എന്താ തന്നിരിക്കുന്നത്? 10 15 20 25 30 ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ ഈ 10 ഇവിടെയുണ്ട്, ഓക്കെ, 20 ഇവിടെയുണ്ട്, ഓക്കെ, ദെൻ 30 ഇവിടെയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിലിട്ട് വരുന്ന 15ഉം 25ഉം ഉണ്ടോ? ഇല്ല. സോ നമ്മുടെ ആൻസർ എന്തായിട്ട് വരും? എ ഈസ് നോട്ട് ഈക്വൽ ടു ബി. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾക്ക് ഫിഫ്ത്ത് വണ്ണിലെ ഫസ്റ്റ് വണ്ണും കൂടി ചെയ്യാം. അപ്പോൾ ഫിഫ്ത്ത് വണ്ണിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ആർ ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് സെറ്റ്സ് ഈക്വൽ വൈ. അതായത് നമുക്ക് കുറച്ച് പെയേഴ്സ് ഓഫ് സെറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടോ, സെറ്റിൻ്റെ പേരാണ് എ, ഈ സെറ്റിൻ്റെ പേരാണ് ബി. അപ്പോൾ ഇങ്ങനെ ഒരു പെയർ ഓഫ് സെറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്താണെന്ന് നോക്കണമെന്ന് വെച്ചാൽ ഇത് സെറ്റ്സ് ഈക്വൽ ആണോ എന്ന്, അതായത് ഈ സെറ്റും ഈക്വൽ ആവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം അവൻ ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെ നോക്കിയേ, എ ഈക്വൽ ടു സെറ്റ് 2 3 ദെൻ
then b equal to set of all x such that x is a solution of x square plus 5x plus 6 is equal to 0. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. സോ ഇതവിടെ നിന്നോട്ടെ. ഇതിന് ഇതേപോലെ തന്നെ ഇതിനെ നമ്മൾ സോൾവ് ചെയ്തെടുത്താൽ ഇതിൽ എക്സ് മീൻസ് വാട്ട്, ഇതിലുള്ള ഓരോ മെമ്പേഴ്സും ഇതേപോലെ തന്നെ ഈ 2 3 തന്നെ കിട്ടുമോ എന്നാണ് ചോദ്യം. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കണം അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയായിരിക്കും സോൾവ് ചെയ്യുക? നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ്. എന്നിരുന്നാലും ഒന്നും കൂടി ഇതിവിടെ എഴുതാം കേട്ടോ. സി എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളതല്ലോ. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം, നമ്മൾക്ക് ഈ 6ൻ്റെ ഫാക്ടേഴ്സിനെ ഒന്ന് കണ്ടെത്തുക. 6ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് 6 എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാലോ 2 × 3 ഈക്വൽ ടു 6 ആണ് അല്ലേ. അതേപോലെ നോക്കിയാൽ ഈ 2 × 3 ഈക്വൽ ടു 6 കിട്ടി. വേറെതുമൊക്കെ ഉണ്ട്. ഏതാണ്? 1 × 6 6 അല്ലേ. പക്ഷേ ഇപ്പോൾ നമുക്ക് 1 × 6 6 അതൊരു ഫാക്ടർ തന്നെയാണ്. പക്ഷേ നമ്മൾ 1 + 6 ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? 7 ആയിരിക്കും അല്ലേ. അപ്പോൾ നോക്കിയാൽ ഇവിടെ 2 × 3 ചെയ്താലും നമ്മൾക്ക് എന്ത് കിട്ടണം? 6 കിട്ടണം. ആ സെയിം ഫാക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? ഈ മിഡിൽ ടേമും കിട്ടണം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടിയാൽ മതി? 2 + 3. ഇതേ നോക്കിയേ 5 അല്ലേ. പക്ഷേ ഇവിടെയോ ഇവിടെ ചെയ്യുമ്പോൾ നോക്കിയേ ഡിഫറെൻ്റ് അല്ലേ. ഒരെണ്ണം മാത്രമല്ലേ കിട്ടുള്ളൂ. മിഡിൽ ടേം കിട്ടുന്നുണ്ടോ? ഇല്ല. നമ്മളിവിടെ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യണം നമ്മൾ. കണ്ടോ? അപ്പോൾ നമ്മൾക്കിവിടെ എന്ത് കൊടുക്കാം? 5x വരണം എന്നുണ്ടെങ്കിൽ സി 2x + 3x ഈക്വൽ ടു 5 റൈറ്റ്. സോറി ഈക്വൽ ടു 5. കണ്ടോ? 5x 2x + 3x. അപ്പോൾ 2 × 3 ചെയ്യുമ്പോൾ ലാസ്റ്റ് ടൈം ആയിട്ടുള്ള 6ഉം കിട്ടി. അതേ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്തും കിട്ടി? 5ഉം കിട്ടി. അപ്പോൾ അതിൻ്റെ കൂടെ ഈ എക്സും കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കുക. സോ 5x നമുക്കിവിടെ കിട്ടി. ഇനി നമുക്കിനി സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാമല്ലോ. എങ്ങനെയായിരിക്കും സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുന്നത്? നമ്മൾ ഫസ്റ്റ് എന്ത് കൊടുക്കും? x² തന്നെ കൊടുക്കും അല്ലേ. 5xനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താ വരിക? 2x + 3x അല്ലേ വരിക. നമുക്ക് ചെയ്യാം. സി x² പ്ലസ് ഇവിടെ എന്താ കൊടുക്കേണ്ടത്? 2x + 3x പ്ലസ്, കണ്ടോ ഈ 5നെയാണ് കേട്ടോ ഇതിനൊറ്റയാക്കി രണ്ടാക്കി എഴുതിയത്. സോ 6 ഈക്വൽ ടു 0 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനൊന്നങ്ങ് ഗ്രൂപ്പ് ചെയ്യുക. ഇതൊരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുക. ഇതിനെ മറ്റൊരു ഗ്രൂപ്പായിട്ട് എടുക്കുക. ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യും? ഇതൊന്ന് നോക്കിയാൽ മതി. എക്സിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ x² എന്ന് പറഞ്ഞാൽ എന്താ? x × x അല്ലേ. നമുക്ക് ഈ പ്ലസ് കൂടി ഇട്ട് കൊടുക്കാം. 2 × x ആണ് 2x എന്ന് പറയുന്നത്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ആര് വന്നിട്ടുണ്ട്? ഇവിടെയും ഒരു x വന്നിട്ടുണ്ട്, ഇവിടെയും ഒരു x വന്നിട്ടുണ്ട്. സോ നമുക്ക് ആ എക്സിനെ പുറത്തിട്ടിട്ട് ബാക്കി വന്നിട്ടുള്ള ഈ x + 2നെ നമുക്ക് ഉള്ളിലേക്ക് കയറ്റിയിടാം. കണ്ടോ? ബ്രാക്കറ്റിലിട്ട്. അതുപോലെ തന്നെ ഇവിടെയോ അല്ലേ. അവിടെ നോക്കിയേ 3 × x ആണ് 3x. ഇവിടെയോ 2 × 3 ആണ് എന്താ 6 എന്ന് പറയുക ഫാക്ടേഴ്സ്. സോ ഇവിടെ കോമൺ ആയിട്ട് വന്നിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്ന് നോക്കിയേ. ഈ ഒരു 3യും ഇവിടെ ഒരു 3യും റൈറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ കോമൺ ആയിട്ട് വന്ന ആളെ പുറത്തിടുക. ബാക്കി വന്നവരാരൊക്കെയാ? ഇതുണ്ടോ? x + 2. x + 2 ഈക്വൽ ടു 0. ഇത്രയും വരെ നല്ലപോലെ മനസ്സിലായല്ലോ അല്ലേ. ഇനി നമുക്കിവിടെ നോക്കിക്കേ. ഇപ്പം നിങ്ങളിതിനെ ഗ്രൂപ്പ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? x × x + 2. നോക്കിയേ x × x x², x × 2 2x. ഇവിടെ നോക്കിയേ 3 × x 3x. 3 2s are what? 6. ഇനി ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ഇതിനെ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? x × x + 2. ഇവിടെയും ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? x + 2 തന്നെയല്ലേ ബ്രാക്കറ്റിൽ കിട്ടിയ. ഈ ബ്രാക്കറ്റിൽ കിട്ടുന്നത് എന്താവില്ല? ഒരിക്കലും അതിന് ചേഞ്ചസ് വരില്ല. ഇവിടെ കിട്ടിയ ആൻസർ തന്നെയായിരിക്കും ഇവിടെയും കിട്ടുക. നിങ്ങൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മറ്റൊന്നാണെങ്കിൽ എവിടെയോ കണക്ക് തെറ്റിയിട്ടുണ്ടെന്ന് അർത്ഥം. ഇപ്പോൾ കണ്ടോ? രണ്ടിടത്തും ഒരുപോലെയല്ലേ കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെയും ഒരു x + 2 ഉണ്ട്, ഇവിടെയും ഒരു x + 2 ഉണ്ട്. സോ അതിൽ നിന്ന് ഒരു x + 2നെ നമ്മൾ എടുക്കുക. പിന്നെ ബാക്കി ഇവിടെ ആരാ ഉള്ളത്? എക്സും 3യുമാണ് അല്ലേ. സോ അതിനെയും നമ്മളിവിടെ കൊടുക്കുക. കണ്ടോ? x + 3 ആയിട്ട് കൊടുത്തു, ഈക്വൽ ടു 0 ആയിട്ട് കൊടുത്തു. ക്ലിയർ ആയല്ലോ ഇത്രയും പേര്. ഇനി നമുക്ക് എന്താണ്? ഇതിന് രണ്ടിനും ഈ 0നെ ഒന്ന് കൊടുത്തിടാം. അതായത് ഇതൊരു ഗ്രൂപ്പിനെ എടുത്തു. x + 2 ഈക്വൽ ടു 0 എന്നെഴുതി. അപ്പോഴോ ഇവിടെ x മാത്രമായിട്ട് എടുക്കുക. x = ഈ 0. ഇതിനെ ഈക്വൽ സൈൻ്റെ ഇപ്പോഴേക്ക് പോകുമ്പോൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ അതെന്തായി? +2 എന്നുള്ളത് -2 ആയി. അപ്പം നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടിയത്?
-2. ക്ലിയർ ആയല്ലോ? അതേപോലെ നമുക്കിതാ ഈ ഭാഗത്തിനെയും കൂടി ഇപ്പുറത്തേക്ക് എടുക്കാം. കണ്ടോ? എക്സ് പ്ലസ് 3 ഈക്വൽ ടു 0. സോ എക്സ് ഈക്വൽ ടു ഈ 0 എഴുതി. ഇതിനെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്തായി? -3 ആയി. ദെർഫോർ എക്സ് ഇസ് ഈക്വൽ ടു വാട്ട്? -3. നോക്കിയേ, നമുക്ക് 2 വാല്യൂസ് കിട്ടിയല്ലേ? കണ്ടോ? ഇങ്ങനെ കിട്ടിയത്. അപ്പം നമ്മളുടെ ബി എന്നുള്ള സെറ്റിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയത്? ബി ഈക്വൽ ടു സെറ്റ് -2, -3. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു എയിൽ കൊടുത്തിരുന്നത്? നോക്കിയേ, എ ഈക്വൽ ടു 2 സെറ്റ് 2, 3 ആയിരുന്നു. പക്ഷേ ബിയുടെ സെറ്റ് എന്താ നമുക്ക് കിട്ടിയത്? -2, -3 ആണ്. അപ്പോൾ ഇത് ഈക്വൽ ആണോ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? ദെർഫോർ എ ഇസ് നോട്ട് ഈക്വൽ ടു ബി. ക്ലിയർ ആയോ കുഞ്ഞുങ്ങളെ? കണ്ടോ? അതായത് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തതെന്ന് നോക്കിയാൽ ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ ഇതും വരണം. പക്ഷേ നമ്മളിത് സോൾവ് ചെയ്ത് വന്നപ്പോൾ നമ്മളിതിന് സോൾവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്തു? നിങ്ങളിത് 10th പഠിച്ചിട്ടുള്ള സെയിം പ്രോബ്ലം തന്നെയാണ് കേട്ടോ. അതിനെ നമ്മൾ മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്ത് വന്നു അല്ലേ? മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എന്താ ചെയ്തത്? ഇതിൻ്റെ ഫാക്ടേഴ്സിനെ കണ്ടെത്തി. ഇതിൻ്റെ ഫാക്ടേഴ്സ് ആരായിരുന്നു? 1 into 6 ഉണ്ട്, 2 into 3 ഉണ്ട്. പക്ഷേ ഇത് പോസിബിൾ അല്ല. ഇതാണ് നമുക്ക് സാധ്യമായിട്ട് വന്നത്. 2 into 3 6ഉം കിട്ടി. അതേ ടേം ആഡ് ചെയ്തപ്പോൾ നമുക്ക് ആരെയും കിട്ടി? ഇതാ മിഡിൽ ടേമും കിട്ടി. പിന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതിനകത്ത് എന്ത് ചെയ്താൽ മതി? 2x + 3x ഈക്വൽ ടു ഈ മിഡിൽ ടേം കിട്ടി 5x. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എഴുതുമ്പോൾ x² എടുത്തെഴുതി. ഇതിനെ നമ്മൾ രണ്ടായിട്ട് എഴുതി അല്ലേ? 2x + 3x എന്ന് എഴുതി. +6 = 0. പിന്നെ എന്ത് ചെയ്തു? ഇതിനെ ഒരു ഗ്രൂപ്പാക്കി, ഇതിനെയും ഒരു ഗ്രൂപ്പാക്കി. ഇതിൽ കോമൺ ആയിട്ട് വന്നതിനെ പുറത്തിട്ടു, അല്ലാത്തതിനെ എടുത്തിട്ട് x + 2 ആക്കി. ഇവിടെയും കോമൺ ആയിട്ട് വന്ന ആൾ 3 ആയിരുന്നു. സോ ബാക്കി വന്ന 2 പേരെയും കൂടി നമ്മൾ ബ്രാക്കറ്റിനകത്തിട്ടു. മനസ്സിലായല്ലോ? എന്നിട്ട് ഇതുപോലെ ഒരുപോലെ വരുള്ളൂ കേട്ടോ. രണ്ടും ബ്രാക്കറ്റിലുള്ള ഒരുപോലെ വരും. സോ അതിനെ എടുത്ത് ഇവിടെ വെച്ചു. ദെൻ എന്ത് ചെയ്തു? ബാക്കി വന്ന x3നെ x + 3 = 0 ആക്കി. ഇനി നോക്കിയാൽ ഈ 0നെ നമുക്ക് 2 പേർക്കും കൂടി കൊടുക്കാം അല്ലേ? സോ x + 2 = 0. ദെൻ x is equal to what? 0. ഇത് ട്രാൻസ്പോസ് ചെയ്തപ്പോൾ എന്തായി? -2 ആയി. x is equal to -2 കിട്ടി. ഇനി നോക്കിയേ ഈ പോർഷൻ x + 3 = 0, x is equal to 0. ഇത് ട്രാൻസ്പോസ് ചെയ്തപ്പോൾ -3. സോ x is equal to -3. സോ വി ഗോട്ട് വാട്ട്? b ഈക്വൽ ടു സെറ്റ് -2, -3. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? a is not equal to b. ബിക്കോസ് a എങ്ങനെയായിരുന്നു? പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിരുന്നു നമുക്കുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നുള്ള വിശ്വാസത്തോടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി 5th തന്നെ ഉള്ള ഫസ്റ്റ് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ള. സെക്കൻഡ് ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. സോ എല്ലാ കുട്ടികളും ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റൊക്കെ ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ പോസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസേഴ്സ് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.